രാധേ കൃഷ്ണ. ഇന്നത്തെ നിങ്ങളുടെ യൂണിവേഴ്സൽ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്ന് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 4 ഓഫ് വാണ്ട്സ് എന്ന കാർഡാണ്. അതായത് ഒരുപക്ഷെ നിങ്ങളുടെ കുടുംബത്തിലോ ഫ്രണ്ട്ഷിപ്പിലോ ബിസിനസ്സിലോ ഒക്കെയുള്ള ഒരു ഐക്യത്തെയും അതിലുള്ള വിജയത്തെയും ഒക്കെ ആഘോഷമാക്കുന്നതിനെ സൂചിപ്പിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധങ്ങളിലോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിലോ ഒക്കെയുള്ള ഒരു റീയൂണിയനോ ആകാം. അങ്ങനെ എല്ലാ രീതിയിലും മനസമാധാനത്തോടെയും ഐക്യത്തോടെയും നിങ്ങൾ വിജയങ്ങൾ ആഘോഷിക്കുന്നതിനും സമൂഹത്തോടും കുടുംബജീവിതത്തോടും കൂടി വിജയങ്ങളൊക്കെ ആസ്വദിച്ച് മനസമാധാനത്തോടെ മുന്നോട്ട് പോകുന്നതിനെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്ത് ശ്രദ്ധിക്കണം, എന്ത് ഗൈഡൻസ് ആണ് യൂണിവേഴ്സ് നൽകുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നത് 7 ഓഫ് കപ്സ് എന്ന കാർഡാണ്. അതായത് നിങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ ഒരുപക്ഷെ നിരവധി വഴികളോ അല്ലെങ്കിൽ സാധ്യതകളോ ഒക്കെ തുറന്നിട്ടുണ്ടാവാം. അപ്പോൾ സ്വപ്നലോകത്ത് പോലെ ജീവിക്കാതെ, ഒരു കൺഫ്യൂഷനിൽ ജീവിക്കാതെ ജാഗ്രതയോടെ ശരിയായ തിരഞ്ഞെടുപ്പുകൾ നടത്തി കൺഫ്യൂഷനൊക്കെ ഒഴിവാക്കി നന്നായി മെഡിറ്റേറ്റ് ചെയ്ത് കൺഫ്യൂഷൻ ഒഴിവാക്കി വളരെ നന്നായി മെൻ്റൽ ക്ലാരിറ്റിയോടെ അതിൽ ക്ലാരിറ്റി വരുത്തി മുന്നോട്ട് പോകാൻ, യാഥാർത്ഥ്യത്തോട് മുന്നോട്ട് പോകാനാണ് ഗൈഡൻസായിട്ട് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത്. അങ്ങനെ മെൻ്റൽ ക്ലാരിറ്റിയോടെ യാഥാർത്ഥ്യത്തോടെ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ശ്രദ്ധിക്കണം, എന്ത് ആക്ഷൻ എടുക്കണം എന്ന് ചോദിച്ചപ്പോൾ വന്നത് 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന കാർഡാണ്. അതായത് നിങ്ങളുടെ മേഖലകളിൽ ഭൗതികപരമായി മുഴുവൻ ശ്രദ്ധിക്കാനും അങ്ങനെ തൻ്റെ മേഖലയിൽ നല്ല രീതിയിൽ ജോലി ചെയ്ത് ഒരു എക്സ്പേർട്ടായി അതിൽ വൈദഗ്ധ്യം നേടി സ്ഥിരത ഉണ്ടാക്കുവാനും അങ്ങനെ സ്ഥിരതയുള്ള ഒരു വരുമാന മാർഗം കണ്ടെത്താനും അങ്ങനെ സ്ഥിരതയുള്ള ഒരു ബന്ധങ്ങളോടെ മുന്നോട്ട് പോകാനുമാണ് യൂണിവേഴ്സ് നിങ്ങളോട് ശ്രദ്ധിക്കാൻ പറയുന്നത്. താങ്ക് യു.